ഹലോ ഗായ്സ്, അപ്പോൾ എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു കാര്യം. അതായത് നമ്മുടെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയായിരിക്കും. മെത്തേഡ്സ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ഡാറ്റയാണ്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മീനിങ് എന്താണ്? ഫ്രഷ് ഇൻ നേച്ചർ ആണല്ലേ. അതായത് ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഫ്രഷ് ഇൻ നേച്ചർ. ഓക്കെ, നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഈ പറഞ്ഞ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രാഥമിക വിവരങ്ങൾ നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നത് അല്ലേ, അത് ഡയറക്റ്റ്ലി കളക്റ്റഡ് ആണ്. മറ്റേ പ്രത്യേകം എന്താണ്? ഡയറക്റ്റ്ലി കളക്റ്റഡ് ആണ്. ഡയറക്റ്റ്ലി കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ. ഓക്കെ, ഡയറക്റ്റ്ലി കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ. ആരാണോ പഠിക്കുന്നത് അയാൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനാണ് എന്തിട്ടുണ്ടാവുക? പ്രൈമറി ഡാറ്റയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന അഭിമുഖങ്ങൾ, അതാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ടുള്ള വ്യക്തിഗത അഭിമുഖം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന നേരിട്ടുള്ള വ്യക്തിഗത അഭിമുഖം എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അത് നമുക്ക് എന്താണ്? പ്രൈമറി ഡാറ്റ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് സംഗതി? പ്രത്യക്ഷമല്ല പരോക്ഷമായ വാക്കാലുള്ള അന്വേഷണം. എന്ന് വെച്ചാൽ എന്താ സംഗതി? പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ, ഓക്കെ, ഇത് നിങ്ങളാണ്, ഇത് ഞാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തമ്മിൽ അങ്ങോട്ടൊരു പിണക്കാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ട് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് വേണ്ട അർജൻറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നോട് നേരിട്ട് ചോദിക്കുന്നില്ല. പകരം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുന്നു, അയാളത് എന്നോട് പറയുന്നു, ഞാൻ അയാൾക്ക് തിരിച്ച് മറുപടി കൊടുക്കുന്നു, അയാൾ തിരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ മൂന്നാമതൊരാളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണിത് പരോക്ഷമായ വാക്കാലുള്ള അന്വേഷണം എന്ന് പറയുന്നത്. ഓക്കെ, പരോക്ഷമായ വാക്കാലുള്ള അന്വേഷണം അഥവാ എന്ത് പറയും? ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ആ ടൈപ്പിലാണ്. ഇനി തേർഡ് വൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റഡി ഏരിയ, ഓക്കെ, സ്റ്റഡി ഏരിയ അഥവാ സ്റ്റഡി ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റായിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഡയറക്റ്റായിട്ട് അതിനെ ഒബ്സർവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്. ദെൻ ഫോർത്ത് വൺ ടെലഫോൺ ഇൻ്റർവ്യൂ. ഓക്കെ, എന്താണ് ടെലഫോൺ ഇൻ്റർവ്യൂ? നമ്മുടെ ഫോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിവരങ്ങൾ ചേർക്കല്ലേ. ഹലോ റാംജി റാവു സ്പീക്കിംഗ്, യെസ് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പരസ്പരം പറയുന്നുണ്ടല്ലോ. ആ ഇൻഫർമേഷൻസ് അതുവഴി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞവരാണ് ടെലഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ മെയിൽഡ് ക്വസ്റ്റ്യനെയർ. എന്താണ് ക്വസ്റ്റ്യനെയർ? മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനെയർ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് അല്ലേ. മെയിൽഡ് ക്വസ്റ്റ്യനെയർ പറയുമ്പോൾ നമ്മൾ ചോദ്യാവലി അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഷെഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ ഈ ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഈ പറഞ്ഞ മെയിൽ ചെയ്ത ചോദ്യാവലികളും അതേപോലെ ഷെഡ്യൂളുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനെയറിൽ സാധാരണ എന്തുണ്ടാവുക? ക്വസ്റ്റ്യനെയറിൽ ചോദ്യം നമ്മൾ ചോദിക്കുന്നു, ആ ചോദ്യത്തിന് നേരിട്ട് എന്തായിരിക്കും? ഒരു കോളം അല്ലെങ്കിൽ രണ്ട് കോളം ഉണ്ടാകും. എസ് ഓർ നോ ഓപ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് കോളംസാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് ആരാണ് പൂരിപ്പിക്കുക? ബൈ ദ റെസ്പോണ്ടൻറ്റ് തന്നെയായിരിക്കും ഇത് പൂരിപ്പിക്കുന്നുണ്ടാവുക അല്ലേ. റെസ്പോണ്ടൻ്റാണ് ഇത് പൂരിപ്പിക്കാറുണ്ടാവുക. അതാണ് ഷെഡ്യൂൾഡ് ഈ പറഞ്ഞ ക്വസ്റ്റ്യനറിൻ്റെ പ്രത്യേകത. എന്നാൽ ഷെഡ്യൂളുകളാകുമ്പം ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും. അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അത് അയാളല്ല പൂരിപ്പിക്കുന്നത്, ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ആണ്. നമ്മൾ തന്നെയാണ് ഇത് പൂരിപ്പിക്കുന്നത്. മറ്റേതെന്തായിരുന്നു? ആ പറയുന്ന ഉത്തരം തരുന്ന ആളാണ് നമുക്ക് പൂരിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വേറെ നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഷെഡ്യൂളിലാകുമ്പോൾ എന്താണ് ഈ പ്രത്യേകത മനസ്സിലാക്കുക. അപ്പോൾ ഷെഡ്യൂളിലാകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചോദ്യാവലി ആകുമ്പം ഇതായിരിക്കും മാറ്റം. റെസ്പോണ്ടൻ്റിനെയാണ് പൂരിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്, അയാളെ എഴുത്തും വായന അറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെസ്പോണ്ടൻ്റ് എഴുത്തും വായന അറിഞ്ഞ ആളാണെങ്കിൽ മാത്രമേ ചോദ്യാവലി അഥവാ ക്വസ്റ്റ്യനർ വർക്ക് ഔട്ടാവുള്ളൂ. പക്ഷേ ഷെഡ്യൂളിന് ആ പ്രശ്നമില്ല. ആ ഷെഡ്യൂൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, അവരിങ്ങനെ പറയുന്നതിനനുസരിച്ച് നമ്മൾ തന്നെയാണ് എഴുതി വെക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ അഥവാ FGD എന്ന് പറഞ്ഞാൽ. ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയുന്ന എനിക്കറിയുന്ന മേഖല, എനിക്കറിയാത്ത മേഖല അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, റിയൽ മാഡ്രിഡ് FC.
ഓക്കെ, റിയൽ മാഡ്രിഡ് FC അവരുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ കിരീടങ്ങൾ UCLലെ കിരീടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു 10-15 ആൾക്കാർ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. എത്ര കപ്പ് നേടില്ല, എങ്ങനെ കപ്പ് നേടില്ല, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ചർച്ച ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്ന അവർക്കിടയിൽ നിന്നും അത് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ അതിന് പറഞ്ഞതാണ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നത്. അപ്പോൾ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കും. അതിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ അതിന് പറഞ്ഞുതരാണ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു ഹോംവർക്ക് കൂടി ഞാൻ തന്നേക്കാം. ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ കൂടി പഠിച്ചേക്കട്ടോ. സെക്കൻഡറി ഡാറ്റ സോഴ്സുകൾ അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ വീണ്ടും അടുത്ത ചോദ്യങ്ങളുമായിട്ട് കാണുന്നവരേക്കും ഓൾ ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ മക്കളെ ഈ പറഞ്ഞ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ കണ്ടെത്തിയേക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഓക്കെ, ബൈ.